السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. റഹ്മാനും റഹീമുമായ നാഥൻ നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും നമ്മിൽ നിന്നും സ്വീകരിക്കട്ടെ. വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അവന്റെ മഹവായ ഫضل കൊണ്ട് വിട്ടുപുറത്തു മാപ്പാക്കി തരട്ടെ. ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്തോടെ ഈമാനോടെ ജീവിക്കാനും മരിക്കുന്ന സമയത്ത് കാമിലായ ഈമാനോടുകൂടി ലോകത്ത് നിന്ന് വിട പറയാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പരിശുദ്ധമായിരിക്കുന്ന നോമ്പിനെ സംബന്ധിച്ചിടത്തോളം അതിനെ മറ്റുള്ള ആരാധനകളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് അതിൽ റിയാഇന്റെ അംശം കുറവാണ് എന്നതുകൊണ്ടാണ്. റിയാ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്ന അമലുകൾ. നിസ്കാരമാണെങ്കിൽ അത് കൂടുതൽ കടന്നു വരാൻ സാധ്യതയുണ്ട്. മറ്റുള്ളവർ കാണാൻ വേണ്ടി നിസ്കരിക്കാൻ, അല്ലെങ്കിൽ ഞാൻ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ മറ്റുള്ളവർ എന്ത് കരുതും എന്ന് ചിന്തിക്കാൻ. മറ്റേതെടുത്താലും സക്കാത്താണെങ്കിലും അതുണ്ട്, ഹജ്ജാണെങ്കിലും അതുണ്ട്, മറ്റേത് കർമ്മങ്ങൾ എടുത്താലും മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി എന്ന ഒരു ചിന്ത കൂടുതലായി കടന്നു വരാൻ സാധ്യമാകുമ്പോൾ നോമ്പിന്റെ പ്രത്യേകതയിൽ പറയുന്നത് നോമ്പ് അവനും അള്ളാഹുവിനും മാത്രം അറിയുന്ന ഒരു കാര്യമാണ്. ഇനി ഒരാൾക്ക് ഉള്ളിൽ നോമ്പില്ലെങ്കിലും പുറമെ നോമ്പുകാരനായിട്ട് നടക്കാനൊക്കെ കഴിയും. ഉള്ളിലാണല്ലോ ഒരാൾക്ക് നോമ്പാണോ ഇല്ലയോ എന്നുള്ളത് ഒരാളുടെ പുറംമൂടി കണ്ട് മനസ്സിലാക്കാൻ സാധ്യമാകുന്നില്ല എന്നതാണ്. അപ്രകാരം നമ്മുടെ അമലുകളിലൊക്കെ ഏറെ കടന്നു വരാൻ സാധ്യതയുള്ളതും നമ്മെ മുച്ചൂട് മുടിക്കാൻ സാധ്യതയുള്ള ഒരു സ്വഭാവമാണ് റിയാ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ മഹത്തുക്കളായിരിക്കുന്ന പണ്ഡിതന്മാരൊക്കെ വളരെ ഗൗരവത്തോടുകൂടിയും പേടിയോടുകൂടിയുമാണ് റിയാ, അതായത് ഉൾനാട്യം അല്ലെങ്കിൽ ആളുകളെ കാണിക്കാൻ വേണ്ടിയുള്ള അമലുകളെ തൊട്ടവരുണ്ടായിരുന്നു. മഹാനായിരിക്കുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, നമുക്കറിയാം സ്വഹാബികളിൽ അതിപ്രമുഖനാണ്. അദ്ദേഹം പോലും മഹാനായിരിക്കുന്ന ഹുദൈഫത്ത് ഇബ്നുൽ യമാൻ റളിയല്ലാഹു അൻഹു, സ്വാഹിബു സിദ്ദി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രഹസ്യ സൂക്ഷിപ്പുകാരനായിരുന്നു മഹാനായിരിക്കുന്ന ഹുദൈഫത്ത് ഇബ്നുൽ യമാൻ. റസൂലുള്ളാഹ് പറഞ്ഞു കൊടുത്ത പല രഹസ്യങ്ങളും മഹാനവരുടെ പക്കലുണ്ടായിരുന്നു. മുനാഫിഖീങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾ അദ്ദേഹത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. റസൂലുള്ളാഹിന്റെ രഹസ്യ സൂക്ഷിപ്പുകാരനായിരുന്നു മഹാനായിരിക്കുന്ന ഹുദൈഫത്ത് ഇബ്നുൽ യമാൻ. ആ ഹുദൈഫ എന്നവരോട് മഹാനായിരിക്കുന്ന ഉമർ തങ്ങൾ പലപ്പോഴും കരഞ്ഞു ചോദിച്ചിട്ടുണ്ടെന്നാണ്. ഉൻഷിദുക ബില്ലാഹി ഹൽ സമ്മാനി ലക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ മുനാഫിഖീൻ, നബിയേറ്റെ എൻ്റെ പേര് നിങ്ങളോട് മുനാഫിഖീങ്ങളുടെ കൂട്ടത്തിൽ എൻ്റെ പേര് നബിയേറ്റെ നിങ്ങളോട് പറഞ്ഞിക്കണോ എന്നൊക്കെ പറഞ്ഞ് വളരെ വ്യാകുലപ്പെട്ടിരുന്നതായിട്ട് മഹാനവറുകൾ പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ റിയാഖ് വന്നു പോകുന്നതിനെ തൊട്ട് നമ്മൾ കാണും അഷിർക്കുൽ അസുഗർ എന്ന പേര് തന്നെ റിയാഇനുണ്ട് എന്നാണ്. ഷിർക്കുൽ അസുഗർ എന്ന് പറഞ്ഞാൽ ഷിർക്കുൽ അക്ബർ പറഞ്ഞാൽ നമുക്കറിയാം അള്ളാഹു അല്ലാതെ മറ്റൊരാരാധ്യനുണ്ടെന്ന് വിശ്വസിക്കുന്നതിനെയാണ് ഷിർക്കുൽ അക്ബർ, വലിയ പാപം എന്ന് പറയുന്നത്. ഷിർക്കുൽ അസുഗർ എന്ന് പറഞ്ഞാൽ അത് റിയാഇനെ കുറിച്ചാണെന്ന് മഹത്തുക്കൾ പറയുന്നു. എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് എന്താണ്? ഏകനായ അള്ളാഹുവിന് അവർ മാത്രമാണ് ആരാധനക്കർഹൻ. പക്ഷേ നമ്മളൊരു അമല് ചെയ്യുമ്പോൾ മറ്റുള്ളവർക്ക് കാണാൻ വേണ്ടിയോ മറ്റുള്ളവർ നമ്മെ വിലയിരുത്താൻ വേണ്ടിയോ നമ്മൾ ചെയ്യുമ്പോൾ അവിടെ ഒരു ഷിർക്കിന്റെ അംശം വരുന്നുണ്ട്. മറ്റുള്ളവർക്ക് വേണ്ടിയാണ് നമ്മൾ ആരാധന നിർവഹിക്കുന്നത് എന്നത് അതിലുണ്ട്. അതുകൊണ്ട് തന്നെ മഹത്തുക്കളുടെയൊക്കെ ജീവിതം നമ്മൾ എടുത്തു പരിശോധിച്ച് നോക്കുമ്പോൾ അവരൊക്കെ വളരെ ഈ വിഷയത്തിൽ കണിശത പുലർത്തിയിരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. മഹാനായിരിക്കുന്ന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, 3 അടയാളങ്ങൾ നിങ്ങളിൽ ഉണ്ട് എന്ന് പരിശോധിക്കുക. ഈ 3 അടയാളങ്ങൾ നിങ്ങളിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളിൽ റിയാ കടന്നുകൂടിയിട്ടുണ്ട്. ലോകമാന്യം അല്ലെങ്കിൽ ആളുകളെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്ന ആ ഒരു സ്വഭാവം നിങ്ങളിൽ ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അത് നമ്മൾ ഓരോരുത്തരും പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതാണ്. ഒന്നാമതായി മഹാനവറുകൾ പറയുന്നു, ഒറ്റക്കാകുമ്പോൾ ആരാധനകളിൽ മടി ഉണ്ടാവുകയും ജനങ്ങളോടൊപ്പമാകുമ്പോൾ ഉന്മേഷം ഉണ്ടാവുകയും ചെയ്യുന്ന സ്വഭാവം നിങ്ങൾക്കുണ്ടോ എന്ന് പരിശോധിക്കുക. വീട്ടിലൊക്കെ ആകുമ്പോൾ വേറെ ആരുമില്ല, ഒറ്റക്കുള്ളൂ. അങ്ങനെ ഒറ്റക്കാകുമ്പോൾ ആരാധനകളിൽ മടി, അപ്പൊ പിന്നെ നിസ്കാര സുന്നത്തോളൊന്നുമില്ല, അല്ലെങ്കിൽ നിസ്കാരം പെട്ടെന്ന് കഴിയുന്നു. ഇത്തരത്തിൽ തനിച്ചാകുമ്പോൾ ആരാധനകൾ കുറയുകയും, എന്നാൽ 4 ആൾ കൂടുന്ന സ്ഥലത്തെത്തുമ്പോൾ നമ്മുടെ ആരാധന 4ഉം 2ഉം ഒക്കെ സുന്നത്ത് നിസ്കരിക്കുന്നു. ഈ രീതിയിൽ നിങ്ങളുടെ അമലുകളിൽ ഏറ്റവ്യത്യാസം വരുന്നുണ്ട് എങ്കിൽ അത് റിയാഇന്റെ അടയാളമായിട്ട് മഹാനവറുകൾ പഠിപ്പിക്കുക. രണ്ടാമതായി, ജനങ്ങൾ പ്രശംസിച്ചാൽ കൂടുതൽ അമല് ചെയ്യുക. എപ്പോഴും പള്ളിയിൽ ഉണ്ടാകുന്ന ഒരാളാണ്,
അങ്ങനെ നമ്മൾ അടുത്ത കഴിഞ്ഞതിന് ഇത്ര നൽകിയ ആളാണ്, ഇങ്ങനെയൊക്കെ ആളുകൾ പുകഴ്ത്തുന്നതിനനുസരിച്ച് പിന്നെയും ചെയ്യാൻ കൂടുന്ന ഒരാളാണ് എങ്കിൽ, പ്രശംസിച്ചാൽ അമലുകൾ കൂടുതൽ ചെയ്യുകയും കുറ്റം പറഞ്ഞാൽ അമല് ചുരുക്കുകയും ചെയ്യുന്ന ഒരാളെങ്കിൽ, കഴിഞ്ഞ പ്രാവശ്യം മുമ്പ് അങ്ങനെയായിരുന്നു ഇങ്ങനെയൊക്കെ പറഞ്ഞ് ആരെങ്കിലും കുറ്റപ്പെടുത്തുകയോ ഒറ്റപ്പെടുത്തുകയോ ചെയ്താൽ ചെയ്തിരുന്ന അമലിന്റെ ആ ഒരു അളവ് കുറക്കുകയും ചെയ്യുന്ന സ്വഭാവം, ഈ 3 സ്വഭാവം നിങ്ങളിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ റിയാഇനെ പേടിക്കണമെന്ന് മഹാനായിരിക്കുന്ന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയാണ്. നമ്മളൊക്കെ പരിശോധിച്ച് നോക്കേണ്ടതാണ്. മഹാനായിരിക്കുന്ന ശദ്ദാദ് ഇബ്നു ഔസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, എന്റെ സമുദായത്തിൽ ശിർക്കും ചെറിയ വികാരങ്ങളെയുമാണ് ഞാൻ ഭയപ്പെടുന്നത്. ശിർക്കിനെ ഞാൻ ഭയപ്പെടുന്നു, അതായത് ഖഫിയത്തിനെ തൊട്ടും ഞാൻ പേടിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറയാണ്. സ്വാഭാവികമായിട്ട് റസൂലുള്ളാഹിനോട് സ്വഹാബികൾ ചോദിച്ചു, നബിയെ, അങ്ങ് വഫാത്തായതിനു ശേഷം അല്ലെങ്കിൽ അങ്ങയുടെ കാലത്തിന് ശേഷം ഞങ്ങളൊക്കെ ദീനിൽ ഇസ്ലാമിൽ നിന്ന് പിറകോട്ട് പോകുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ഒരു വെളിപാടുണ്ടോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ച സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, അവർ ശിർക്ക് വെക്കുക എന്ന് പറഞ്ഞാൽ അതല്ല, അവർ സൂര്യനെയും ചന്ദ്രനെയും കല്ലിനെയും ബിംബത്തെയും ആരാധിക്കുന്ന ശിർക്കിനെയല്ല ഞാൻ പേടിക്കുന്നത്, പിന്നെ അവരുടെ കർമ്മങ്ങളെ കൊണ്ട് റിയാദ് കാണിക്കുന്ന ആളുകൾ, അതായത് ഷിർക്ക്, അസ്ഗറായ ഷിർക്ക് കാണിക്കുന്ന ആളുകളാകുന്നു എന്നതിനെയാണ് ഞാൻ പേടിക്കുന്നതെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. ഈ രീതിയിലൊക്കെ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ എത്രത്തോളം റിയാദ് വന്നു കൂടുന്നുണ്ട് എന്ന് നമ്മൾ ആത്മപരിശോധന നടത്താൻ. മഹാനായിരിക്കുന്ന അലി ഇബ്നുൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു, അലി ഇബ്നു അബീ ത്വാലിബ് അല്ല, മഹാനായിരിക്കുന്ന ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ, അലി റളിയല്ലാഹുവിന്റെ പേരക്കുട്ടികളിൽ വരുന്ന ഒരാളാണ് അലി ഇബ്നുൽ ഹുസൈൻ റളിയല്ലാഹു. അദ്ദേഹത്തിന്റെ ഒരു പതിവ്, അദ്ദേഹം ഇങ്ങനെ പൊടിയൊക്കെ പൊടിച്ച് രാത്രി പാവപ്പെട്ട ഫക്കീറന്മാരായ ആളുകളെ ആരും കാണാതെ അദ്ദേഹം സ്വതക്ക ദാനധർമ്മങ്ങൾ ചെയ്യുമായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഇത് ഇദ്ദേഹമാണ് കൊടുത്തിരുന്നത് എന്നറിഞ്ഞിരുന്നത് വലം യുറഫ് ദാലിക ഇല്ലാ ബഅദ മൗതിഹി, അദ്ദേഹത്തിന്റെ വഫാത്തിന് ശേഷം ഈ വന്നിരുന്ന സംഭാവനകൾ അല്ലെങ്കിൽ സ്വതക്കകൾ പാവപ്പെട്ടവർക്ക് നിലച്ച സമയത്താണ് ഇത് കൊണ്ടുവന്നിരുന്നത്, ഏർപ്പാടാക്കിയിരുന്നത് മഹാനവറായിരുന്നു എന്നൊക്കെ അറിഞ്ഞത് എന്നൊക്കെ കാണാൻ കഴിയും. അപ്പൊ ഈ ഇങ്ങനെ രഹസ്യമായിരിക്കുന്ന നമ്മുടെ ആരാധനകളിൽ, എന്നാൽ പരസ്യമാക്കേണ്ട ആരാധനകളുണ്ട്. ഇപ്പൊ നമ്മൾ പറയുകയാണെങ്കിൽ സക്കാത്ത് കൊടുക്കേണ്ടത് പരസ്യമായിട്ടാണ് കൊടുക്കണം. അപ്പൊ സക്കാത്ത് കൊടുക്കുന്നത് പരസ്യപ്പെടുത്തണം എന്നതാണ് നമ്മൾ. കാരണം അതിൽ ചില വളവന്മാരുണ്ടാകും, ഞാൻ രഹസ്യമായിട്ട് സക്കാത്ത് കൊടുത്തുക്കണു എന്ന് പറഞ്ഞ് കൈസിലാകുന്ന ആൾക്കാരുണ്ടാകും. അപ്പൊ സക്കാത്ത് നമ്മൾ നൽകേണ്ടത് പരസ്യമായിട്ടാണ്, അത് അറിഞ്ഞാൽ കുഴപ്പമില്ല എന്നുള്ളതാണ്. പക്ഷേ മറ്റുള്ള ആരാധനകളൊക്കെ ഏറെക്കുറെ നമ്മുടെ രഹസ്യമായ ഒരു സ്വഭാവം കാത്തു സൂക്ഷിക്കാൻ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. മഹാനായിരിക്കുന്ന സുഫിയാൻ സൗരി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, മാ ആലജതു ഷൈഅൻ അശദ്ദ അലയ്യ മിൻ നിയ്യതി, എൻ്റെ അമലുകളിലെ നിയ്യത്ത്, കരുത്ത്, ഞാനൊരു നന്മ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഞാനൊരു സൽക്കർമ്മം ചെയ്യുന്ന സമയത്ത് ഖാലിസായ നിലക്ക് അള്ളാഹുവിന് വേണ്ടിയാണ്, ലില്ലാഹി തആല എന്ന ആ എൻ്റെ ഒരു നിയ്യത്ത്, അതിനെ ശരിയാക്കുന്നതിനോളം ഇടങ്ങേറ് ഞാൻ വേറൊരു വിഷയത്തിലും ഉണ്ടായിട്ടില്ല. ഇന്നഹാ തതഖല്ലബു അലൈഹ, ഞാൻ എത്ര പെർഫെക്റ്റ് ആക്കാൻ നോക്കിയാലും അള്ളാഹ്ക്ക് വേണ്ടി മാത്രമാണ് എന്ന് നോക്കാൻ കരുതിയാലും അവിടെ റിയാഇന്റെ അംശങ്ങൾ കടന്നുകൂടുന്ന പല മാർഗങ്ങളുണ്ട്. അപ്പൊ ഏറ്റവും കൂടുതൽ എനിക്ക് കൈകാര്യം ചെയ്യാൻ പ്രയാസമായത് എൻ്റെ നിയ്യത്തുകളായിരുന്നു, എൻ്റെ അമലുകളിലെ കരുതലുകളായിരുന്നു എന്ന് മഹാനവറുകൾ പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. മഹാനായിരിക്കുന്ന ഫുളൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാഹ് പറയാണ്, തർക്കുൽ അമലി മിൻ അജലിൻ നാസ് റിയാഉ, ആളുകൾ കാരണം കൊണ്ട് അമലുകൾ ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ആൾക്കാരൊന്നുമില്ല, അപ്പൊ ഇനിയിപ്പോൾ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ആ 4 ആളുകൾ കാണുന്നുണ്ട്, അപ്പൊ പിന്നെ 2 അമൽ കൂടുതൽ ചെയ്യുക. ഇങ്ങനെ ജനങ്ങളുടെ കാരണം കൊണ്ട് അല്ലെങ്കിൽ ആളുകൾ കാരണം അമലുകൾ ഉപേക്ഷിക്കുക എന്നതിനെ റിയാ എന്ന് പറയുകയും, വൽ അമലു മിൻ അജലിൻ നാസി, ജനങ്ങൾ കാരണം, ജനങ്ങൾക്ക് വേണ്ടി അവരുണ്ടായതുകൊണ്ട് അമൽ ചെയ്യുന്നതിനെ ശിർക്കും എന്നാണ് പറയുന്നത് മഹാനവറുകൾ പറയുകയാണ്. അപ്പൊ ഈ രീതിയിലൊക്കെ ആയിരുന്നു മഹത്തുക്കൾ അവരുടെ ജീവിതം ചിട്ടപ്പെടുത്തിയിരുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. മഹാനായിരിക്കുന്ന ഫളാലത്ത് ബിനു ഉബൈദ് റളിയല്ലാഹു അൻഹു പറയാണ്, ഒരു അണുമണി തൂക്കം കർമ്മം എന്നിൽ നിന്ന് അള്ളാഹു സ്വീകരിച്ചു എന്നറിയുന്നതിലാണ് അള്ളാഹു ഈ ലോകത്തുള്ള എല്ലാതും എനിക്ക് നൽകിയെന്നതിനേക്കാൾ എനിക്ക് സ്വീകാര്യം, എനിക്ക് ഇഷ്ടപ്പെടുന്നത് ഒരു അണുമണി തൂക്കമെങ്കിലും സൽക്കർമ്മം അള്ളാഹു എന്നിൽ നിന്ന് സ്വീകരിച്ചു എന്നറിയുന്നതാണ്. അപ്പൊ എന്താണത്? കാരണം അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, ഇന്നമായ തഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, അള്ളാഹു സ്വീകരിക്കുന്നത് മുത്തഖീങ്ങളിൽ നിന്ന് മാത്രമാകുന്നു. അപ്പൊ ഞാൻ മുത്തഖീങ്ങളിൽ പെട്ടല്ലോ. അപ്പൊ എൻ്റെ അമൽ അള്ളാഹു സ്വീകരിക്കലാണ് ഈ ദുനിയാവിൽ എനിക്ക് സർവ്വം ലഭിക്കുന്നതിനേക്കാൾ എനിക്ക് പ്രിയമുള്ളത് എന്ന് മഹത്തുക്കൾ പറയാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസ് ഉണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ
ജുബ്ബുൽ ഹുസ്നിൽ നിന്ന്, അതായത് കാവൽ തേടാൻ വേണ്ടി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബികളോട് പറഞ്ഞു. സ്വാഭാവികമായിട്ടും സ്വഹാബികൾ ചോദിച്ചു, എന്താണ് റസൂലെ ജുബ്ബുൽ ഹുസ്ൻ എന്ന് പറഞ്ഞാൽ? അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു കൊടുത്തു, അത് ജഹന്നമായ നരകത്തിലെ ഒരു ചെരുവാകുന്നു. എന്താ ചെരുവിന്റെ പേര്? ജുബ്ബുൽ ഹുസ്ൻ എന്നാണ് ആ ചെരുവിന്റെ പേര്. ദിവസവും 400 തവണ ജഹന്നം തന്നെ, നരകം തന്നെ, നരകത്തിന് തൊട്ട് കാവൽ തേട്. പടച്ചോനെ അതിൽക്കൊക്കെ പോണതിനെ തൊട്ട് കാക്കണേ, എൻ്റെ ഈ ഗതി വേറെ ആർക്കും വരുത്തരുതേ എന്ന് നമ്മൾ പറയുമല്ലോ എന്ന് പറഞ്ഞതുപോലെ നരകം ആ ജുബ്ബുൽ ഹുസ്നിനെ തൊട്ട് നരകം തന്നെ 400 തവണ ദിവസവും കാവൽ തേടാറുണ്ട്. റസൂലുള്ളാഹിയോട് അപ്പോൾ സ്വഹാബികൾ ചോദിച്ചു, റസൂലെ ആരാണ് ഇത്രയും ഭയാനകരമായ നരകം തന്നെ കാവൽ തേടുന്ന, അതിൽ പ്രവേശിക്കുന്ന ആളുകൾ ആരാണെന്ന് റസൂലിനോട് ചോദിച്ചപ്പോൾ റസൂൽ പറഞ്ഞത്, അമലുകളെ കൊണ്ട് റിയാ നടിക്കുന്ന ഓത്തുകാർ. അതായത് ഞാൻ വലിയ ഖുർആൻ ഓത്തുകാരനാണ്, അപ്പോൾ എൻ്റെ ഓത്ത് ഇങ്ങനെ കേട്ട് ആൾക്കാരൊക്കെ അങ്ങനെ ഇതാവണം, ഭയങ്കര മഹ്റജും ഭയങ്കര, അപ്പോൾ അതങ്ങനെ തന്നെയാണ് ഓതേണ്ടത്. പക്ഷെ ആ ഓതുമ്പോൾ ആളുകൾ എന്നെ കുറിച്ച് ഭയങ്കര ഓത്തുകാരനാണ് എന്ന് നടിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ്, അങ്ങനെ റിയാ നടക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് പ്രത്യേകമായി തയ്യാർ ചെയ്യപ്പെട്ട ജഹന്നമിലെ ആ ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് നമ്മൾ ഏത് അമൽ ചെയ്യുകയാണെങ്കിലും മഹാനായ ഹസൻ ബസ്രി തങ്ങൾ പറഞ്ഞതുപോലെ റിയായിനെ തൊട്ട് കാവൽ തേടുന്ന രീതിയിൽ നമ്മൾ അത് ചെയ്യണം. അത് ഗുണത്തെക്കാളേറെ ഒരുപക്ഷെ ദോഷമാണ് നമുക്ക് ചെയ്യുന്നത് എന്നത്. മഹാനായിരിക്കുന്ന ഹസൻ ബസ്രി തങ്ങൾ തന്നെ അതായത് ഒരു മനുഷ്യൻ, അദ്ദേഹത്തിന്റെ സദസ്സിലുണ്ടായിരുന്ന ഒരു മനുഷ്യൻ ഒരുപാട് കാലം അദ്ദേഹത്തിന്റെ സദസ്സിൽ ഇങ്ങനെ വരും, സദസ്സിൽ വന്നിരിക്കും, ആരും അറിയില്ല. അപ്പോൾ അവരൊക്കെ വലിയ സദസ്സുകൾ നടത്തി, ഇൽമിന്റെ സദസ്സുകൾ നടത്തിയിരുന്ന ആളുകളാണ്. പക്ഷേ അദ്ദേഹം പ്രത്യേകമായിട്ട് അമലുകളൊന്നും അങ്ങനെ ചെയ്തില്ല. സദസ്സിന്റെ മൂലക്ക് അങ്ങനെ ഉണ്ടാവും. നമുക്കിടയിലൊക്കെ ഒരുപാട് മുഅ്മിനീങ്ങളായ സ്വാലിഹീങ്ങളായ മനുഷ്യന്മാരുണ്ടാവും. ഫൈദാ ഖലാബക ഹത്താ തതബല്ല ലഹിയതുഹു. പക്ഷേ ആളുകളൊക്കെ പോയി അദ്ദേഹം ഇങ്ങനെ ഒരു മൂലക്കിരുന്ന് ഇങ്ങനെ കരയുന്നുണ്ടാവും എന്നാണ് പറയുന്നത്. അല്ലെ, ചില ആൾക്കാരെ ദ്വാർക്കുമ്പോൾ കരഞ്ഞ് ഇതാക്കിയിട്ട് ആളുകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ ചെയ്യുന്നതിനേക്കാൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് പ്രിയം എന്ന് പറഞ്ഞാൽ ഈ രീതിയിൽ അല്ലാഹുവിനെ ഇതിനാദാ റബ്ബഹു നിദാഅൻ ഖഫിയ എന്നാണല്ലോ പരിശുദ്ധ ഖുർആനിൽ. അല്ലാഹുവിനെ ഖഫിയായിട്ട്, രഹസ്യമായിട്ട്, മറ്റാരും ഇല്ലാത്ത സവിധത്തിൽ അല്ലാഹുവിനെ വിളിച്ച് അല്ലാഹുവിനെ പ്രാർത്ഥിക്കുന്നവരിലേക്കാണ് അല്ലാഹുവിന്റെ ഇജാബത്ത് ഏറ്റവും പ്രത്യേകം. എന്നിട്ട് മഹാനവറുകൾ പറയും, ഇൻകാന റജുലുൽ യബഖി 20 സന വംറഅതുഹു ലാ തഅലം. അദ്ദേഹം 20 കൊല്ലം കുത്തിരുന്ന് കരഞ്ഞാലും അദ്ദേഹത്തിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന അദ്ദേഹത്തിന്റെ ഭാര്യ പോലും ഒരുപക്ഷെ അറിയില്ല. അത്രയും രഹസ്യാത്മകമായിട്ട് ജീവിതം കൊണ്ടു നടന്നിരുന്ന ആളുകളായിരുന്നു മഹത്തുക്കൾ. അപ്പൊ ഈ രീതിയിൽ നമ്മുടെ അമലുകളിലൊക്കെ അതിന്റെ പവിത്രത നഷ്ടപ്പെടുന്ന റിയാക്ക് കടന്നുകൂടുന്നതിനെ തൊട്ട് നമ്മൾ കാവൽ തേടുകയും അതിൽ നിന്ന് കാത്തു സൂക്ഷിക്കുകയും ചെയ്യണം. നമ്മുടെ അമലുകൾ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയല്ല എന്ന ബോധ്യം നമുക്ക് എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവണം. അതിനെ തൊട്ട് നമ്മൾ വളരെ ഭയങ്കര പ്രയാസമായിരിക്കും അത്. ആളുകൾ കാണുമ്പോൾ സ്വാഭാവികമായിട്ട് പള്ളിക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ആളുകൾ കാണുമ്പോൾ 2 റക്അത്ത് അധികം നമ്മൾ നിസ്കരിച്ചു എന്ന് വരും. പക്ഷേ അതിരുത്തിയിട്ട് നിസ്കരിക്കണം. ഇപ്പം എനിക്ക് റിയാവ് വരും, ഞാൻ നിസ്കരിക്കണില്ല എന്നല്ല ചിന്തിക്കേണ്ടത്. അത് നമ്മുടെ മനസ്സിനെ പരിശീലിപ്പിച്ചുകൊണ്ട് ആ ഒരു മാനസികാവസ്ഥയിലേക്ക് ഉയർന്നു വന്ന് നമ്മുടെ അമലുകളെയൊക്കെ ചെയ്യുന്ന തുച്ഛമായ അമലുകളാണെങ്കിലും അത് പെർഫെക്റ്റായി ചെയ്യാൻ വേണ്ടി നമുക്ക് കഴിയണം. അല്ലാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്കൊക്കെ അല്ലാഹു അവരുടെ അമലുകളുടെ സവാബിനെ പരിപൂർണമായി അല്ലാഹു എത്തിച്ചു കൊടുക്കട്ടെ. നാളെ നമ്മൾ മരണപ്പെടുമ്പോഴും റിയാഇന്റെ അംശമില്ലാത്ത പരിശുദ്ധമായ അമലുകളായി അല്ലാഹു നമ്മുടെ കുറവുകളൊക്കെ പരിഹരിച്ച് അത് കബൂൽ ചെയ്ത് നമുക്ക് പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.